ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിനായി നമുക്ക് ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ഗ്രാം ചിക്കൻ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും ഒരു വലിയ ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈവച്ച് കുഴച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ എടുത്ത് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ പീസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ നല്ല വെന്ത് വന്നതായി കാണാം. നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയ ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ടി കിട്ടാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ ചെറിയ പീസുകളാക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് തണുക്കാൻ വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇതൊന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ദോശ ഉണ്ടാക്കുന്ന പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇങ്ങനെ കലക്കിയെടുത്ത മാവ് നമുക്ക് ഒരു തവ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കയ്യിലൊഴിച്ച് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുക്കാം. ചൂടായാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സ്പൂണിൽ കുറച്ച് മൈദമാവ് എടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഫില്ലിങ് പുറത്ത് പോവാതിരിക്കാനായിട്ടാണ് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പുരട്ടി കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ആദ്യം മടക്കാം. 2 സൈഡും മടക്കി ഒന്ന് റോളാക്കിയതിന് ശേഷം ഒട്ടിച്ച് മാറ്റി വെക്കാം. ഇങ്ങനെ എല്ലാ റോളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത റോള് നമുക്ക് 4 മുട്ട ഉപ്പും ചേർത്ത് നമുക്കൊരു മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ടിപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോ റോളും എടുത്ത് നമുക്ക് മുട്ട മിക്സിയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ ടിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം.
ഇങ്ങനെ എടുത്ത എല്ലാ റോളുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. ഇനി വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ എടുത്ത് നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. നന്നായി വെളിച്ചെണ്ണ വെന്താൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ റോൾ ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് എന്നിട്ട് മാറ്റി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് കോരി മാറ്റി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടവും രുചികരവുമായ എൻ്റെ ചിക്കൻ റോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ, ബൈ ബൈ.